എയിംസ് വരും, ശരിയായ സമയത്ത് വരും, ശരിയായ സ്ഥലത്ത് വരും. ഇത് പറയുന്നത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജെ.പി. നദ്ദയാണ്. വലിയ വിവാദമാണ് എയിംസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായത്. ആ വിവാദങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് കൊല്ലത്ത് നടന്ന ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള ജെ.പി. നദ്ദ വന്ന് പറഞ്ഞു, എയിംസിൻ്റെ പേരിൽ ആരും വഴക്കുണ്ടാക്കണ്ട, അത് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ രൂപത്തിൽ വരും. പക്ഷേ എയിംസ് വരുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്, അതാണ് പ്രധാന പ്രശ്നം. ഇതിനിടയിൽ സജി ചെറിയാൻ പറഞ്ഞു, ആലപ്പുഴയിലേക്ക് എയിംസ് പ്രഖ്യാപിക്കൂ, ഞങ്ങൾ സ്ഥലമെടുത്ത് തരാം. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു, സ്ഥലമെടുത്ത് തരൂ, ഞങ്ങൾ പ്രഖ്യാപിക്കാം. ചുരുക്കത്തിൽ ആരാരെയാണ് പറ്റിക്കുന്നത് എന്നൊരു ചോദ്യവുമുണ്ട്. പറ്റിക്കുകയാണെങ്കിൽ, പറ്റിക്കുന്നു എന്നുള്ള വാർത്ത എനിക്കില്ല. കാരണം കഴിഞ്ഞ 10, 40, 50 വർഷമായി കേരളത്തിൽ കേൾക്കുന്നൊരു വാർത്തയാണ് എയിംസ് വരും, എയിംസ് വരും, പുലി വരുന്നേ, എയിംസ് വരും. ഇപ്പോൾ ഇത് വിവാദങ്ങളിലേക്കും തർക്കങ്ങളിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എയിംസ് വരും കൃത്യസമയത്ത് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ജെ.പി. നദ്ദ പറയുന്നു. എന്തായാലും ഒഡീഷയിൽ ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കിയില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ജനങ്ങൾ ബി.ജെ.പി അധികാരത്തിലേറ്റി. ഡൽഹിയിലും ഇക്കാര്യം ആവർത്തിച്ചു. സമാനമായി കേരളത്തിലെ ജനങ്ങളും ചിന്തിക്കും. കേന്ദ്ര സർക്കാർ ഒന്നും നടപ്പാക്കില്ലെന്നാണ് CPM സംസ്ഥാന സർക്കാരും പറയുന്നത്. എന്നാൽ വിഴിഞ്ഞം ഞങ്ങൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ദേശീയപാത, റെയിൽവേ, അതുപോലെ തന്നെ വല്ലാർപാടമടക്കമുള്ള പദ്ധതികളെല്ലാം കേന്ദ്ര സർക്കാരല്ലേ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ തീർച്ചയായും എയിംസ് കൊണ്ടുവന്നിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അല്ല ഞങ്ങൾക്ക് ഉള്ളത്, അത് മറ്റ് പാർട്ടികൾക്കാണ്. ഞങ്ങൾ വികസനത്തിൻ്റെ ആളുകളാണ്. വികസിത ഭാരതവും വികസിത കേരളവുമൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നും ജെ.പി. നദ്ദ വളരെ അസന്നിഗ്ധമായി പറഞ്ഞു. തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുകയെന്ന്. എന്തായാലും എയിംസ് വരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എവിടെ, എപ്പോൾ, എങ്ങനെയെന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണ്. രണ്ട് സർക്കാരുകളോടുമുള്ള അഭ്യർത്ഥന, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് തീരുമാനിക്കൂ, അതെവിടെയെങ്കിലും ഒന്ന് വരട്ടെ.